നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് മിക്കവാറും നമ്മൾ PSC എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ചോദ്യങ്ങളാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത്, അത്യാവശ്യ പോയിന്റ്സുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ എൻട്രിക്ക് മുമ്പ് തന്നെ നമുക്ക് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഗാന്ധിജിയുടെ സമരമാർഗ്ഗങ്ങളൊക്കെ ഗാന്ധിജി പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗാന്ധിജിയുടെ ആ ഒരു ബർത്ത് തൊട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ് ഗാന്ധിജി ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്ദറിലാണ്. എന്നാണ്? 1869 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് അല്ലേ. ഒക്ടോബർ 2 നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആചരിക്കുന്നു, ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. അത് ഒരു സേവന വാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലേ ക്ലീനിങ് ഒക്കെ ചെയ്യും സ്കൂളിലൊക്കെ അല്ലേ. അപ്പോൾ ഗാന്ധി ജയന്തി ഒക്ടോബർ 2, 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിക്കുന്നത്. ഓക്കെ. ഈ 69, 79, 89, 69, 79, 89 മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു ഇവർ മൂന്നുപേരും ജനിച്ച വർഷങ്ങളാണ് കേട്ടോ. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു ഇവർ മൂന്നുപേരും മെസ്സേജ് 69, 79, 89. കൊള്ളാമല്ലേ? അതൊരു കോഡല്ലേ. അപ്പം ഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2-ന്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ പേര്, ഗാന്ധിജിക്ക് മനു എന്ന പേരുണ്ടായിരുന്നു, മോനി എന്നൊക്കെ പേരുണ്ടായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര്. ഗാന്ധിജിയെ കുട്ടികളെ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് നമ്മൾ ഗാന്ധിജിയെ വിളിക്കുന്നുണ്ട് അല്ലേ. ഗാന്ധിജിനെ ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത്? നിങ്ങൾക്ക് ആൻസർ അറിയാമോ? അറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര്? ഞാൻ ഓൾറെഡി ഈ ചോദ്യത്തിന് ഉത്തരം ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഗാന്ധിജിയെ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര്. ഓക്കെ. ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലാണ്, ഗുജറാത്തിലാണ്. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മയുടെ പേര് പുത്ലിഭായി എന്നാണ്. കസ്തൂർബ ഗാന്ധിയാണ് ഗാന്ധിജിയുടെ ഭാര്യ. 13-ാമത്തെ വയസ്സിൽ ഗാന്ധിജി കല്യാണം കഴിച്ചതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചതാണ് കസ്തൂർബ ഗാന്ധിയെ. ഓക്കെ. അപ്പോൾ 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 13-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധി കല്യാണം കഴിക്കുന്നു. 1887 ഗാന്ധി മെട്രിക്കുലേഷൻ പാസ്സാകുന്നത്. 1888 തൊട്ടടുത്ത വർഷം ഗാന്ധിജി നിയമം പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണ്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഗാന്ധിജി നിയമം പഠിക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലണ്ടിലാണ് പോകുന്നത്. 1888 ഗാന്ധിജി പോയി. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1888 ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് നമുക്കറിയാം അല്ലേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഗാന്ധിജിയെ പറ്റി നമ്മൾ എങ്ങും മെൻഷൻ ചെയ്ത് കേട്ടിട്ടില്ല. അതിൽ നമ്മൾ പറഞ്ഞോ? ഇല്ല. മിതവാദികളും തീവ്രവാദികളുമായിട്ട് കോൺഗ്രസ് തിരിഞ്ഞതും 1885 INC ഫോം ചെയ്യുമ്പോഴും ഒന്നും നമ്മൾ ഗാന്ധിജിയെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടൈം ലൈനായിട്ട് ഓർത്തു വയ്ക്കണം. ആ സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു? 1888 ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയിക്കാണ്. ഇവിടെ INC ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഗാന്ധിജി അന്ന് ഇംഗ്ലണ്ടിൽ നിയമം പഠിക്കാൻ പോയിരിക്കുകയാണ്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ വെച്ചിട്ട് ഗാന്ധിജി ആദ്യമായിട്ട് ഗീത വായിച്ച് ഗീതയോട് ഭയങ്കര ഇൻസ്പിറേഷൻ ആകുന്നുണ്ട്. പിന്നെ ഗാന്ധിജി ബൈബിള്, ഖുറാനൊക്കെ വായിക്കുന്നുണ്ട്. ആത്മീയമായ പല കാര്യങ്ങളും ഗാന്ധിജി അപ്പോഴാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ. 1891 ഗാന്ധിജി ബാരിസ്റ്റർ പദവി നേടി. 1893 ഗാന്ധിജി എന്ത് ചെയ്യുക? എന്നിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോവുകയാണ്. അപ്പോൾ ഗാന്ധിജി തിരിച്ചു വരുന്നുണ്ട് ഇന്ത്യയിൽ. ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പദവിയൊക്കെ ആയിട്ട് 1891 തിരിച്ചു വരുന്നുണ്ട് ഗാന്ധിജി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി അവർ ഗാന്ധിജിനെ അവരുടെ ഒരു കേസ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണാഫ്രിക്കയിലോട്ട് വിളിച്ചിട്ട് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോവുകയാണ്. 1893 നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗമൊക്കെ നടക്കുന്ന ഒന്നാം സർവമത സമ്മേളനം അല്ലേ, ചിക്കാഗോ പ്രസംഗമൊക്കെ നടക്കുന്നത് 1893 ആ വർഷം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോവുകയാണ് ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ട്. ഈ ദക്ഷിണാഫ്രിക്കൻ യാത്രയാണ് ഗാന്ധിജിയുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആവുന്നത്. കാരണം ഗാന്ധിജി ജീവിതത്തിൽ അങ്ങനെ ഈ വർണ്ണവിവേചനത്തിന് ഇരയാവുകയാണ് ഗാന്ധിജി. അവിടെ ഒരു ട്രെയിനിൽ വെച്ച് ഗാന്ധിജി ഉയർന്ന ക്ലാസ്സുകാർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഗാന്ധിജി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിനെ പീറ്റർ മാരിസ്റ്റോബർഗിൽ വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സംഭവമുണ്ട്. പിന്നീട് ഗാന്ധിജി വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു വെള്ളക്കാരന് ഇരിക്കാൻ സ്ഥലം കൊടുത്തില്ലെന്ന്
സ്ഥലങ്ങളിൽ ഗാന്ധിജിനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർണ്ണവിവേചനത്തിന് ഇരയാകുന്ന ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു പ്രിട്ടോറിയയിൽ ഒരു പൊതുപ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി. ഗാന്ധിജി അവിടുത്തെ ഇന്ത്യക്കാരെല്ലാം ചേർത്ത് ഒരു പൊതുപ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി. അങ്ങനെ നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നുണ്ട് 1894. പിന്നീട് ഗാന്ധിജി അവിടെ ബോവർ യുദ്ധം നടന്നപ്പോൾ, വെള്ളക്കാർക്കെതിരെ അവിടെ യുദ്ധം നടന്ന സമയത്ത് അവിടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്തു. അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ഗാന്ധിജിക്ക് പിന്നീട് അംഗീകാരമൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 1899 അത് കഴിഞ്ഞ് ഗാന്ധിജി ഒന്ന് ഇന്ത്യയിൽ വരുന്നുണ്ട്. 1901 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ നമ്മുടെ മൈൻഡിലിരിക്കുക. കാരണം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഭാഗത്തു നിന്നല്ല, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. എന്നാലും ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ്. ടൈം ലൈൻ നമ്മളെ പല ആൻസേഴ്സും പ്രസ്താവന ടൈപ്പൊക്കെ വന്നാലും നമുക്ക് ഈ ടൈം ലൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 1888 ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമം പഠിക്കാൻ പോയെന്ന് നമുക്കറിയാം. പക്ഷേ 1889 INC മീറ്റിങ്ങിൽ ഗാന്ധിജിയായിരുന്നു അധ്യക്ഷൻ. ശരിയോ തെറ്റോ എന്നൊരു ചോദ്യം വന്നാൽ നമുക്കപ്പോൾ അറിയാം 1889 ഗാന്ധിജി ഇവിടെ ഇല്ല. ഗാന്ധിജി ഇന്ത്യയിലോട്ട് അപ്പോൾ വന്നിട്ടില്ല, ഗാന്ധിജി അങ്ങ് പോയിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജിക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് നിസ്സംശയം പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ടൈം ലൈൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. 1869 ജനിച്ചു, ഒരു 87 മെട്രിക്കുലേഷൻ കഴിയുന്നു, 88 ഇംഗ്ലണ്ടിലെ നിയമം പഠിക്കാൻ പോകും. 3 വർഷത്തോളം നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നു. 91 തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ട് 93 പിന്നെ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോവുക. അപ്പോൾ 1893 ഗാന്ധി എവിടെ പോണേ? സൗത്ത് ആഫ്രിക്കയിൽ പോവുകയാണ്. അവിടെയാണ് ഗാന്ധിജിക്ക് വർണ്ണവിവേചനമൊക്കെ നേരിടേണ്ടി വരുന്നു. ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ഫോം ചെയ്തതാണ്. ശരിയോ തെറ്റോ എന്ന് ചോദിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്തു ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ നിന്ന് ഗാന്ധിജി പല കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഇത് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം. ബോവർ യുദ്ധം നടന്ന സമയത്ത് ഗാന്ധിജി ഭാഗമായിട്ട് പ്രവർത്തിച്ചതാണ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിൻ്റെ. 1899 ഇനി 1901 INC സമ്മേളനത്തിൽ, കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനം ഏത്? 1901. അപ്പോൾ ഒന്നെന്ന് ഓർത്താൽ മതി. ഗാന്ധിജി ഒന്നാമതായിട്ട് പങ്കെടുക്കുന്നത് 1901 INC സമ്മേളനത്തിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1901 INC സമ്മേളനത്തിൽ ഗാന്ധിജി, കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 1902 ഗാന്ധിജി തിരിച്ചു പോവുക. പിന്നെ ഇവിടെ തുടർന്നില്ല. INC മീറ്റിങ്ങിൽ പങ്കെടുത്തു. പിന്നെയും ഗാന്ധിജി തിരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ പോകേണ്ട 1902. 1903 ഗാന്ധിജിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു പത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ പത്രം ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഗാന്ധിജി ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ദക്ഷിണാഫ്രിക്കയിൽ ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. 1903 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ പത്രം ആരുടേതാണ്? ആ പത്രം ഗാന്ധിജിയുടേതാണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. അതേപോലെ ഗാന്ധിജിയാണ് ഫിനിക്സ് ആശ്രമം ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കുന്നത്. ഗാന്ധിജി ജോൺ റസ്കിൻ്റെ അൺഡു ദിസ് ലാസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ച് വളരെ ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഗാന്ധിജി അവിടെ ഫിനിക്സ് ആശ്രമം സ്ഥാപിക്കുന്നു. 1907 ഗാന്ധിജി അവിടെ ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഓർത്തോളണം, 1907. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യാറ്റിക് രജിസ്ട്രാറിൽ ഇന്ത്യക്കാർ അവിടെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എപ്പോഴും ഇന്ത്യക്കാർ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണം. ശാരീരിക പരിശോധനകൾക്ക് വിധേയരാക്കണം, വിരലടയാളം എടുക്കണം. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ഓർഡിനൻസ് ആയിരുന്നു അത്. അപ്പം ഇന്ത്യക്കാരെ ഈ ഒരു അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു അമെൻമെൻറ്റിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി, ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം നടത്തുന്നത് 1907 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്. ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്യുന്നു. 1908 ഗാന്ധിജിനെ ജോഹന്നാസ്ബർഗിലാണ് ജയിലിൽ അടയ്ക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് ജയിലിൽ കിടന്നതും ദക്ഷിണാഫ്രിക്കയിലാണ്, ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരവും അവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ ഗാന്ധിജി അവിടെ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുന്നുണ്ട്. ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി എവിടെ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ഒരു ബുക്ക് ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു പത്രം പറഞ്ഞു, ഇന്ത്യൻ ഒപ്പീനിയൻ. പിന്നെ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞൊരു ബുക്ക് അല്ലേ. ഇന്ത്യൻ ഒപ്പീനിയനും ഹിന്ദു സ്വരാജും, ഈ രണ്ട് ബുക്കും, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു പത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 1900
1908 ഗാന്ധി ജയിലിൽ കിടക്കുന്നത്. 1907 സത്യാഗ്രഹ സമരം നടക്കുന്നത്. 1915 എന്നിട്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. ഇവിടെ തൊട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുടെ റോള് വരുന്നത്. 1915 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഈ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലെ ആചരിക്കുന്നത്. ജനുവരി 9 ആ ദിവസത്തിന് പ്രത്യേകത എന്താണ്? പ്രവാസി ഭാരതീയ ദിവസം. എന്താണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം? 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് അഹിംസയിലൂടെ സത്യാഗ്രഹം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഒരു സമരമാർഗം. ഓക്കെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഗാന്ധിജി ആദ്യമായിട്ട് വർണ്ണവിവേചനത്തിന് ഇരയാകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അവിടെ പീറ്റർ മാരിസ്റ്റ്ബർഗ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിനെ ഇറക്കി വിടുകയാണ്. ഗാന്ധിജിനെ ഈ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ച് ഇറക്കി വിടുകയാണ്. പിന്നെ ഗാന്ധി ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടേത്. പിന്നെ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചതും ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചതും ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധി 1907 ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധി ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്നത് 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ്. അപ്പോൾ ഗാന്ധിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സത്യാഗ്രഹ സമരം നടത്തുകയോ ഒരു പൊതുപ്രസംഗം നടത്തുക, വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കുക, ജയിൽവാസം അനുഭവിക്കുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗാന്ധിക്ക് അനുഭവിക്കാൻ ഇടയായത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. ഓക്കെ, ഹിന്ദു സ്വരാജ് ആരുടെ ബുക്കാണ്? മഹാത്മാഗാന്ധിയുടെ. ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ. ഹിന്ദു സ്വരാജിൽ ഗാന്ധി പറയുന്നുണ്ട്, സ്വയം പര്യാപ്തമായ ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിനെതിരെയാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത്. അഹിംസയിലൂടെ സത്യാഗ്രഹം എന്നത് ഗാന്ധിജിയുടെ സമര മാർഗമാണ്. പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ INC സമ്മേളനം എവിടെയാണ് എന്നാണ്? 1901 INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഓക്കെ, ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ പോകുന്നത് ഗാന്ധി പഠിക്കാൻ പോകുന്നത് 1888. ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത് 1893. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഫൈനലി ഇന്ത്യയിലോട്ട് വരുന്നത് 1915. ഇനി നമുക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് 1915. ഗാന്ധിജി 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വർഷം 1916 ഗാന്ധി ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് INCയുടെ. ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ 1901 ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം. 1916 ഗാന്ധി നെഹ്റുവും കൂടെ മീറ്റ് ചെയ്യുന്ന INC സമ്മേളനം. 1917 ഗാന്ധിയുടെ ലൈഫിലെ ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. കാരണം ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലാണ് ചമ്പാരൻ. അവിടുത്തെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നയിക്കുന്നത്. അത് 1917 ഏപ്രിൽ 15 ഗാന്ധി നമ്മുടെ ഗുജറാത്തിലെ സബർമതി ഒരു ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. ആ ആശ്രമം 1917 ഇത് വേറെ സ്ഥലത്തായിരുന്നു. സബർമതിയിലോട്ട് ഈ ആശ്രമം വരുന്നത് 1917 ഓക്കെ. 17 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ബീഹാറിൽ. തൊട്ടടുത്ത വർഷം 18 അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധി നയിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്കാണ് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അപ്പോൾ 17 ചമ്പാരൻ സത്യാഗ്രഹം നയിച്ചു, അത് സക്സസ് ആയി. തൊട്ടടുത്ത വർഷം 18 അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്തുന്നു, അതും സക്സസ് ആയി. അത് കഴിഞ്ഞിട്ട് 18 തന്നെ ഗുജറാത്തിലെ ഒരു ഖേദ സമരം നയിക്കുന്നുണ്ട് ഗാന്ധിജി, അതും സക്സസ് ആണ്. അപ്പോൾ ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയെ ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ഗാന്ധിജിക്ക് ഒരു സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ 1915 ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഓർഡറിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും പല ക്വസ്റ്റ്യൻസും വരുമ്പോൾ. 1888 സമയത്തൊക്കെ ഇംഗ്ലണ്ടിൽ പോവാണ്. 1890 ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. 906 ദക്ഷിണാഫ്രിക്കയിൽ സമരമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇടയ്ക്ക് 901 ഇന്ത്യയിൽ വന്നിരുന്നു, INC സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ഫൈനലി ഗാന്ധി ഇന്ത്യയിലോട്ട് വരുന്നത് 1915 ജനുവരി 9 തൊട്ടടുത്ത വർഷം 16 ലക്നൗ സമ്മേളനത്തിൽ നെഹ്റുവിനെ കാണുന്നു. 17 ഗാന്ധി സബർമതി ആശ്രമം 17 വരുന്നത്. ഈ 17 ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ. 18 അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് നടത്തുന്നു. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 18 തന്നെ ഖേദ സമരം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ 18 ഈ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് തുണിമിൽ സമരവും ഈ ഖേദ സമരവുമായിട്ട്
സത്യാഗ്രഹമാണ് ഗാന്ധിജിനെ ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ ഒരു ഹീറോ ആക്കി മാറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1919 എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ജാലിയൻവാലാബാഗ് സമരമൊക്കെ നടന്ന വർഷമാണ്. അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചോളൂ. 1919 ആ സമയത്താണ് ഗാന്ധിജി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുന്നത് 1919. 1920 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയർ ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ഈ വർഷം 1920. അപ്പോൾ ഒരുപാട് ആളുകൾ ഗാന്ധിജിയുടെ കൂടെ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഗാന്ധിജിയുടെ കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ള ആവശ്യമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, വയലൻസ് പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പം 1922 ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷന് തീ കത്തുകയുണ്ടായി. തീ പിടിപ്പിച്ചു. അതായത് സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ചൗരി ചൗര സംഭവം നടക്കുന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു. 22 ചൗരി ചൗര പോലീസ് സ്റ്റേഷനിൽ തീ കത്തുന്ന സംഭവം നടന്നപ്പം അവിടെ അക്രമം നടന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, അക്രമരാഹിത്യം പറഞ്ഞ ഗാന്ധിജി എന്ത് ചെയ്യാണ്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് 1922. ഇതേ 22 ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത്. 1924 INCയുടെ ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി INC സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1916 ഗാന്ധിജി വന്നതിന് ശേഷം വന്നതാണ്. ഗാന്ധിജി തിരിച്ചെത്തുന്നത് 16 INCയുടെ ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധി നെഹ്റുവും കൂടെ മീറ്റ് ചെയ്തത്. പിന്നെ 24 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആവുന്നത്. ഒരേ ഒരു തവണ ഗാന്ധിജി INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. 29 ഗാന്ധി ഒരു നവജീവൻ ട്രസ്റ്റ് സ്ഥാപിക്കുന്നുണ്ട്. 30 നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930. അപ്പോൾ 1930 മുതൽ 1948 വരെയുള്ള ഗാന്ധിജിയുടെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനൊരു ടൈം ലൈൻ ഇതുവരെയുള്ള നിങ്ങൾക്കൊന്ന് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനി നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കുക. ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ ഹൃദയസ്ഥമാക്കുക. അതായത് നമുക്കിങ്ങനെ പറയാൻ പറ്റണം, 1769 ഗാന്ധിജി ജനിക്കുന്നത്. 1888 ഗാന്ധിജി ഇംഗ്ലണ്ടിൽ ലോ പഠിക്കാൻ പോകുന്നു. 1893 ആ സമയത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോവുകയാണ്. 1915 ഗാന്ധി തിരിച്ചു വരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പ്രധാനമായിട്ടും ഗാന്ധിജി എന്തൊക്കെയാണ് ചെയ്ത്, ഗാന്ധിക്ക് വർണ്ണവിവേചനത്തിന് ഇരയാകേണ്ടി വരുന്നു. അവിടെ ടോൾസ്റ്റോയ് ആശ്രമം ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുന്നുണ്ട്. അവിടെ ഒരു ഫീനിക്സ് ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത്. ഗാന്ധി ആദ്യമായിട്ട് ജയിലിൽ കിടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് അല്ലെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി, പിന്നെ ഇന്ത്യൻ ആംബുലൻസ് കോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഭാഗമായി. ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർക്കുക. പിന്നെ 1915 ജനുവരി 9 ഇന്ത്യയിലെത്തി. 1901 ആദ്യത്തെ INC മീറ്റിംഗ് ഗാന്ധിജി പങ്കെടുക്കുന്നത് കൊൽക്കത്തയിൽ. 15 ഗാന്ധിജി 16 ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗാന്ധിജി നെഹ്റു മീറ്റ് ചെയ്യുന്നുണ്ട്. 17 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് സബർമതി ആശ്രമം ഗാന്ധിജിയുടേത്, മറ്റൊന്ന് 17 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെ, ബീഹാറിൽ, നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ്. 1918 തന്നെ ഗുജറാത്തിലെ ഖേദയിൽ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ഈ 3 സത്യാഗ്രഹങ്ങളാണ് ഗാന്ധിജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ 3 സത്യാഗ്രഹങ്ങളും. ജനങ്ങളുടെ ഇടയിൽ ഗാന്ധിജി ഒരു ഹീറോ ആകുകയാണ്. പിന്നെ 1920 ഗാന്ധിജി നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം വരികയാണ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് വരികയാണ്. അതിന് മുന്നേ ഒരു ഖിലാഫത്ത് കോൺഫറൻസ് നമ്മൾ പറഞ്ഞു. 19 തന്നെയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വരുന്നത്. പിന്നെ 20 നിസ്സഹകരണ പ്രസ്ഥാനം. ആ സമയത്ത് ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം എല്ലാം കൊടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും പങ്കെടുത്ത വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത് വിദേശ സാധനങ്ങളെ ബഹിഷ്കരിക്കുക, സ്വദേശ സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് പേര്, കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഒക്കെ ഒരുപാട് പേര് പങ്കെടുത്ത വലിയൊരു സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഗാന്ധിജി പറഞ്ഞ ആ ഒരു അക്രമരാഹിത്യം ഫോളോ ചെയ്യേണ്ട 1922 ചൗരി ചൗര സംഭവം ഉണ്ടായതിനു ശേഷം ഗാന്ധിജി NCM പിൻവലിക്കുകയാണ്. പിന്നെ 1924 പ്രത്യേകത എന്താ, അവിടുത്തെ ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. 29 നവജീവൻ ട്രസ്റ്റ്, 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും. 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 വരുമ്പോൾ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടക്കുന്നത് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് CDM. അപ്പം NCM നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് 20,
CDM സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് 30, നിയമലംഘന പ്രസ്ഥാനമാണ് 30, ഉപ്പ് സത്യാഗ്രഹമാണ് 30 നടക്കുന്നത്. 30 വരെയുള്ള സ്റ്റോറിയിൽ നമുക്ക് തൽക്കാലം നിർത്താം. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും 30 ശേഷം 48 വരെയുള്ള ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടിയിട്ട് നമുക്ക് ഗാന്ധിജിയെ പറ്റിയുള്ളൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. നമുക്ക് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന ചോദ്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതേപോലെ ടൈം ലൈനിൽ നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കണം. ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണം. ഓക്കെ, 14 എന്ത്, 15 എന്ത്, 16 എന്ത്, 17 എന്ത്, 18 എന്ത്, അങ്ങനെ ഓരോന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, അത്രയും രീതിയിൽ നിങ്ങൾ ആ ടൈം ലൈൻ ഒന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.